നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 3, 4 പാദം, തിരുവാതിര, പുണർതം 1, 2, 3 പാദ നക്ഷത്ര ജാതരുടെ 2026 ജനുവരി ഫെബ്രുവരി മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗൃഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു മിഥുനക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ, ഏതൊരു മിഥുനക്കൂറുകാരനായിട്ടുള്ള നക്ഷത്ര ജാതൻ്റെയും ജാതകമനുസരിച്ച് 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. മിഥുനക്കൂറുകാരായിട്ടുള്ള മകയിരം 3, 4 പാദ നക്ഷത്ര ജാതരുടെ 2026 ജനുവരി മാസത്തിലെ ജ്യോതിഷ ഫലസാധ്യത ശ്രദ്ധിച്ചാൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില മാറ്റങ്ങൾക്ക് ഇടയാകാനിടയുള്ളൊരു കാലഘട്ടമാണ്. തൊഴിൽ സംബന്ധമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കുവാനിടയുണ്ട്. അലസത മൂലം തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം. തൊഴിൽ തേടുന്നവർ വളരെയേറെ കഠിനമായ പരിശ്രമം നടത്തിയാൽ മാത്രമേ തൊഴിൽ മേഖല കണ്ടെത്തുവാൻ സാധിക്കൂ. തൊഴിൽ മേഖലയിൽ വിജയമുണ്ടാവുകയുള്ളൂ. കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കലഹങ്ങളൊക്കെ നയപരമായിട്ട് പറഞ്ഞ് തീർക്കുവാനുള്ള വിവേക ബുദ്ധി പ്രദർശിപ്പിക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള തിടുക്കം, കോപം എന്നിവയൊന്നും തന്നെ ഒരു കാര്യത്തിലും വെച്ച് പുലർത്തുന്നത് നന്നായിരിക്കില്ല. വിവാഹാദി മംഗളകർമ്മ വിഷയങ്ങളെ സംബന്ധിച്ചും ചില ആശങ്കകൾ വരാനിടയുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമ യോഗം പ്രതീക്ഷിക്കാവുന്നതാണ്. കടബാധ്യതകൾ സംബന്ധിച്ച് ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അവയൊക്കെ പരിഹരിച്ചുകൊണ്ട് പോകുവാൻ തക്ക കാര്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കേസ് സംബന്ധമായിട്ട് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. തർക്ക വിഷയങ്ങളിലും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ മധ്യസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകാം. സഹോദരന്മാരുമായിട്ടുള്ള ഐക്യതയ്ക്ക് കുറവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വച്ച് പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളെ സംബന്ധിച്ചും ചില ആശങ്കകൾ ഉണ്ടാവാനിടയുണ്ടെങ്കിലും അവയൊക്കെ പരിഹരിച്ചു പോകുവാൻ വേണ്ടിയിട്ടുള്ള ക്ഷമയോടുകൂടിയുള്ള പ്രവർത്തനം അത്തരം കാര്യങ്ങളിലും വിജയം നേടിത്തരുന്നതാണ്. മകയിര നക്ഷത്രം 3, 4 പാദക്കാരെ സംബന്ധിച്ച് 2026 ഫെബ്രുവരി മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യത ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ, കോടതി വ്യവഹാരങ്ങൾ സംബന്ധിച്ച് വിജയം പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ്. സഹോദര സ്ഥാനികരിൽ നിന്ന് ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾക്ക് വേണ്ടുന്ന ഒരുക്കം കൂട്ടലുകൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ മേഖല കണ്ടെത്തുവാൻ സാധിക്കുമെങ്കിലും അവിടെ പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ തടസ്സങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. സർക്കാർ സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. മക്കളെ സംബന്ധിച്ച് ചില മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കിടയുണ്ട്. സഹോദര സ്ഥാനികരുമായിട്ടുള്ള സ്വത്ത് തർക്കങ്ങൾ ഏകദേശം അനുകൂലമായ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാനാണ് സാധ്യത. സാമ്പത്തിക ചിലവുകൾ വർദ്ധിച്ചിരിക്കും. കടബാധ്യതകൾ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുന്നതാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന തരത്തിലോ അല്ലെങ്കിൽ ഭാഗ്യാവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന തരത്തിലോ ചില അനുഭവങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ക്ഷമയോടുകൂടെ പൊട്ടിത്തെറിക്കാതെ എടുത്തിയാടാതെ ആ വിഷയങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ ആ കാര്യത്തിൽ വിജയമുണ്ടാകുന്നതാണ്. മിത്രങ്ങളായിട്ടിരുന്നവർ പോലും ചില കാര്യങ്ങൾ ശത്രുക്കളായിട്ട് വന്നു ഭവിക്കുവാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ പ്രബലമായിട്ട് നമുക്ക് വിലയിരുത്താവുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രജാതരുടെ 2026 ജനുവരി മാസ ജ്യോതിഷ ഫല സാധ്യത സൂചിപ്പിച്ചാൽ, തൊഴിൽ സംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ വരാനിടയുണ്ട്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളോ തൊഴിൽ മാറ്റമോ ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തിക വിഷയങ്ങളിൽ വളരെ ശ്രദ്ധയും ജാഗ്രതയും വേണം. സാമ്പത്തിക തട്ടിപ്പുകളിൽ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബപരമായിട്ടുള്ള സ്വത്തുവകകളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ വലിയ കലഹങ്ങളിലേക്ക് നീണ്ടു പോകാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കണം. വിവാഹാദി വിഷയങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്ന ആശങ്കകൾ പരിഹരിക്കുവാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ നടത്തിയാൽ ഏറെക്കുറെ വിജയിക്കുവാൻ സാധ്യതയുണ്ട്. വ്യാവസായിക തൊഴിൽ മേഖലയിൽ
ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും ക്ഷമയോടുകൂടെയുള്ളൊരു സമീപന ശൈലിയായിരിക്കും ഗുണം ചെയ്യുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിൽ കഠിനമായിട്ടുള്ള പരിശ്രമം കൊണ്ട് മാത്രമേ വിജയിക്കുവാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കണം. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധ കൊടുക്കുക. ധനകാര്യ വിഷയങ്ങൾ, ധനകാര്യ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരെ അതീവ ജാഗ്രത പുലർത്തുകയും വേണം. തിരുവാതിര നക്ഷത്രജാതികളുടെ 2026 ഫെബ്രുവരി മാസ ജ്യോതിഷ ഫല സാധ്യതകൾ പറഞ്ഞാൽ കേസ് വ്യവഹാരങ്ങൾ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക ബാധ്യതകൾ തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. തൊഴിൽ സ്ഥാനം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടിച്ചു കയറി അഭിപ്രായം പറയുവാൻ പോകുന്നത് അപമാനത്തിന് ഇടയാക്കിയേക്കാം. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. അനാവശ്യമായിട്ടുള്ള ദുർച്ചെലവുകൾ നിയന്ത്രിക്കണം. തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് കുറച്ച് അലച്ചിൽ വർദ്ധിക്കാനിടയുണ്ട്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടം തന്നെയാണ് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. പുണർതം 1, 2, 3, 10 നക്ഷത്രജാതരുടെ 2026 ജനുവരി മാസ ജ്യോതിഷഫല സാധ്യത ശ്രദ്ധിച്ചാൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഏകദേശം അനുകൂലമായ കാലഘട്ടമാണ്. സഹോദര സ്ഥാനീയരെ കൊണ്ട് ചില ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആത്മധൈര്യ വർധനവ് ചില കാര്യങ്ങൾ തുറന്നു പറയുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കും. പിതൃസ്ഥാനീയരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധമോ അല്ലെങ്കിൽ രോഗദുരിതങ്ങളോ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ധർമ്മകാര്യങ്ങളിൽ വീഴ്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ അലോസരങ്ങൾക്ക് സാധ്യതയും കാണുന്നുണ്ട്. പുണർതം നക്ഷത്രജാതരുടെ 2026 ഫെബ്രുവരി മാസത്തിലെ ഫലം തുടർന്നാൽ തൊഴിൽപരമായിട്ട് പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപകീർത്തി ഉണ്ടാവാതിരിക്കാനും അലസത മൂലം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ മിഥുനക്കൂറുകാരുടെ പൊതുവായ ഫലം പറഞ്ഞാൽ മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 3, 4, 10 തിരുവാതിര പുണർതം 1, 2, 3, 10 നക്ഷത്രജാതരുടെ പൊതുഫലം കൂറടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഇവർക്ക് കണ്ടകശനി ദോഷമാണ്. ഈ കണ്ടകശനി ദോഷകാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ശരി ബാധിക്കാനിടയുള്ളത് തൊഴിൽ മേഖലയാണ്. തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക, തൊഴിൽ സ്ഥാപനം വിട്ടുപോവുക, തൊഴിൽ സ്ഥാനം മാറുക, തൊഴിൽ മാറുക, തൊഴിലിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പരുക്കുകൾ പറ്റുക, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഫലത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. പ്രത്യേകിച്ച് തൊഴിൽ നഷ്ടമുണ്ടാവുക, തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അപകീർത്തി ഉണ്ടാവുക, അലസത മൂലം തൊഴിൽ പ്രശ്നങ്ങൾ വരിക, കലഹമുണ്ടാവുക, ഏതെങ്കിലും തരത്തിലുള്ള അപകടം, സഹപ്രവർത്തകരുമായിട്ടുള്ള വിരോധം മൂലമുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വരിക, അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെടുക, കാര്യവിഘ്നം, കാര്യതടസ്സം ഉണ്ടാവുക, അതുപോലെ തന്നെ സ്ഥാനഭ്രംശം, തൊഴിൽ മാറ്റം, തൊഴിൽ സ്ഥാപനം മാറുക, സ്ഥലം മാറുക, അല്ലെങ്കിൽ വിദേശത്തോട്ട് പോകേണ്ടി വരിക, ശത്രുശല്യം, ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ കണ്ടകശനി ദോഷവും വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥയും അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് കാര്യത്തിലും വിട്ടുവീഴ്ചയോടും ക്ഷമയോടും സഹനശക്തിയോടും കൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റൂ. എടുത്തിയാട്ടം ഒന്നിനും പരിഹാരമല്ല. ഈ കാലഘട്ടത്തിൽ കോപാധിക്യം വർദ്ധിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ ആത്മമിത്രങ്ങളായിട്ട് ഭാവിക്കുന്നവർ പോലും പതിയിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചതിവുകൾ ഉണ്ടാകുവാനിടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പിൽ അകപ്പെട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിലപിടിപ്പുള്ള വസ്തുക്കൾ യാത്രയിൽ കളഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെയുള്ള മുൻകരുതലുകളാണ് ഇവരെടുക്കേണ്ടത്. ചുരുക്കത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ ഫെബ്രുവരി മാസത്തോടു കൂടെ കുറച്ച് നേട്ടങ്ങൾ മകയിരം 3, 4, 10 തിരുവാതിര പുണർതം 1, 2, 3, 10 നക്ഷത്രക്കാർക്കുണ്ടായാലും ജനുവരി മാസത്തിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ ചാടാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതെയോ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ദോഷപരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, ശാസ്താവിനെ അസ്തമയശേഷം നീരാജനം സമർപ്പിക്കുക, കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി അന്നം ദാനം ചെയ്യുക എന്നിവയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുകയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കഴിയുന്നത്ര വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക. എന്തായാലും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ്. ശനിദോഷമുണ്ട്, വ്യാഴവും ശുഭസ്ഥിതിയിലല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
നിയമവിധേയമല്ലാതെയുള്ള ഒരു കാര്യത്തിൽ ഇടപെടാതെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് നമുക്ക് ഈ വീഡിയോയുടെ ചുരുക്കി പറയാനുള്ളത്. നന്ദി, നമസ്കാരം.